എന്നെ ഒരു പട്ടിക്കും മനസ്സിലാവുന്നില്ല. അവരെന്നോട് പറയാ മോളെന്താ ഇങ്ങനെ ഇരിക്കണത്, എന്താ മുടിയൊക്കെ ഇങ്ങനെ ചപ്പറാച്ചിരിക്കുന്നത്, സീതയായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ പൊട്ട് വെക്കാത്തത്. അപ്പൊ അവരാലോചിക്കുന്നത് ഈ പെണ്ണെന്തിന് ഈ അനവരാളിയുടെ കൂടെ നടക്കുന്നേന്നുള്ള. ഞാൻ 5 പാട്ട് പാടിയിട്ടുണ്ട് പ്രേമത്തിൽ, 7 പാട്ട് എഴുതി. പ്രേമത്തിലെ കംപ്ലീറ്റ് സോങ് എഴുതിയതാ. ഇത് മാത്രം റീല് കട്ട് ചെയ്ത് കുറെ ഓടിക്കണം കേട്ടോ. നമ്മളിന്ന് സിനിമ ചർച്ച ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും പരമപുച്ഛ. എടേ വല്ല പണിയെടുത്ത് ജീവിക്കാനുള്ള പരിപാടി നോക്കണേ. അതുകൊണ്ട് ഫസ്റ്റ് പോസ്റ്റർ, നേരത്തെ പോസ്റ്റർ നമ്മൾ അവിടെ വിട്ടു. ഈ മീശ എന്താ ഇങ്ങനെ മൈത്രേൻ ഓടിക്കുക? ഹൽക്കോകനായിരുന്നു ശരിക്കും മനസ്സിലുണ്ടായിരുന്നു. റാംജി റാവുലെ ആയോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ കല്യാണം കഴിക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു. അതെ അതെ, പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു പ്രൊമോഷൻ ആക്ച്വലി. അപ്പോ കല്യാണം കഴിച്ചിട്ട് വാസന്തി ഇത് മുഴുവൻ നുണയാണ് പറയുന്നത്. ഈ നാടകത്തിനിടയ്ക്ക് ചന്തു വന്നിട്ട് പറയുന്നത് ഇവിടെ നുണച്ചാണ്. സ്വാസിക എന്ന ഉന്മാദിയെ കാണാൻ നിങ്ങൾ ഈ സിനിമ കണ്ടേ പറ്റും. 2019 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ വാസന്തിയുടെ വിശേഷങ്ങളുമായി ക്രൂ ഉണ്ട്. പ്രൊഡ്യൂസർ കൂടിയായ സിജു വിൽസൺ. പ്രൊഡ്യൂസർ ആയത് എങ്ങനെയാണെന്ന് ഇവർ കഥ പറഞ്ഞു കേട്ടോ, പിന്നെ പറയും. ക്യാരക്ടർ റോളിന് അവാർഡ് കിട്ടിയിട്ടുള്ള സ്വാസികയുണ്ട്. ഹായ് സ്വാസിക. ശബരീഷ് ഉണ്ട്. ശബരീഷെ, ആ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ എന്താണ് ക്യാരക്ടർ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇതെങ്ങനെ സാധിക്കുന്നു? കഥാപാത്രം കള്ളനാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഒന്ന് ചന്തു എന്ന് പറഞ്ഞ ക്യാരക്ടർ കള്ളനാണ് ബേസിക്കലി. പിന്നെ ഒരു ചെറിയ കോഴി എന്ന് പറയാണ്ടിരിക്കാൻ വേറെ എന്തെങ്കിലും പറയാന്ന് കോഴിക്കള്ളം. അല്ല, ഈ പടത്തിന്റെ മീറ്ററായിട്ട് ചേരൂല ആ വാക്ക്. സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ പടത്തിലെ ക്യാരക്ടറെ കുറിച്ച് പറയാ കോഴി എന്നൊക്കെ. അതെ അതെ അതെ. പക്ഷെ എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ആ ഫസ്റ്റില് പെൺകുട്ടിയുടെ വീട്ടിനകത്തേക്ക് വരുന്ന സീനകത്ത് മീറ്റർ എങ്ങനെയാ ഫിക്സ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അയാൾക്ക് അത്രയും ധൈര്യം എവിടുന്നാ കിട്ടിയേ? എങ്ങനെയാ ധൈര്യം ഫിക്സ് ചെയ്യാ? അതായത് ഈ ചന്തു എന്ന് പറഞ്ഞ ആള് കള്ളനാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷെ ഇയാളുടെ മുറി കാണിക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. അതൊക്കെ പുള്ളി മോഷ്ടിച്ച സാധനങ്ങളാണ്. അതൊക്കെ ഒരു ആന്റിക്, അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ എസ്തെറ്റിക്കലി രസമുള്ള ഒരു കാര്യം. അപ്പോ ഭംഗിയുള്ള സാധനങ്ങൾ കണ്ട പുള്ളിക്ക് വേണം. ഓ, അങ്ങനെയാണ് ഈ ഭംഗിയിലേക്ക് എത്തണത്. അങ്ങനെയാണ് വാസന്തിയെ എങ്ങനെയെങ്കിലും പുള്ളിക്ക് വേണം. അതെ അതെ, സിനിമാറ്റോഗ്രാഫർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കണം. ഭയങ്കര രസമുള്ള സാധനം. ഈ പോകുന്ന നിങ്ങൾ വന്നിട്ട് ഇറങ്ങി പോകുന്നതിൽ വാസന്തിയുടെ ഒരു നോട്ടമുണ്ട്. ഈ അതായത് താല്പര്യത്തോടു കൂടി ഒരു നോട്ടമുണ്ട്. ഈ നോട്ടത്തിനകത്ത് വെച്ചേക്കുന്ന ഒരു ഫ്രെയിമുണ്ട്. സൂപ്പർ. അധികം ലൈറ്റ് ഒന്നും ഇല്ലെന്നറിയാം, പക്ഷെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾക്കൊരു അപ്രീസിയേഷൻ കൊടുക്കണമെന്ന് വിചാരിച്ചു. സൂപ്പർ എന്നാ സൂപ്പർ. ഓ, അഭിലാഷും അതെ. അതേപോലെ സൗണ്ട് ഡിസൈനർ ഒരാളാണ് നമ്മുടെ രാജേഷ് മുരുകേഷ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ആ വനത്തിനകത്തേക്ക് ആദ്യം കയറി പോകുന്ന സമയത്ത് ഒരു വെറുതെ ഇങ്ങനെ തമാശയ്ക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ കളിയായിട്ട് ഇലയൊക്കെ പൊട്ടിച്ചിട്ട് പോകില്ലേ, ആ ഇല പൊട്ടിക്കുമ്പോൾ ആ പൊട്ടുന്ന ശബ്ദം ഇല്ലേ, ഇങ്ങനെ പൊട്ടി വരുന്ന ശബ്ദം, അത് കേട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് തോന്നിയതാണ്. അടിച്ചിട്ട് ഒന്നുകൂടെ കണ്ടു, അത് പൊട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വൈഡ് ഷോട്ടില് ആ സാധനം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിച്ച അയാളുടെ ഒരു മനസ്സില്ലേ. ഈ പെങ്കൊച്ചിന്റെ കാലിന്റെ കൊലുസും ഒക്കെ ഉണ്ട്, ആ വനത്തിന്റെ ആംബിയൻസ് ഉണ്ട്, അതിനിടയ്ക്ക് നിന്നിട്ട് ഈ സാധനം പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സൂപ്പർ പരിപാടി. പ്രൊഡ്യൂസറെ, നിങ്ങൾ പ്രൊഡ്യൂസറായത് നിങ്ങളെ ചൂണ്ടിക്കാണിച്ചതാണ് ഇവരെന്നാണ് പറയുന്നത്. അതായത് ആരെ ശരിക്കും എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്? ആക്ച്വലി റഹ്മാൻ ബ്രദേഴ്സ്, ഷിനോസ് റഹ്മാനും സജാസ് റഹ്മാൻ അവർ ചെയ്ത കളിപ്പാട്ടക്കാരൻ എന്ന് പറഞ്ഞ ഒരു ടോയ് മേക്കർ ആദ്യം ചെയ്തൊരു മൂവിയായിരുന്നു. അപ്പം അത് നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇവിടെ ഭയങ്കര പോപ്പുലർ ആവുന്നതിന് മുമ്പേ ആ സമയത്ത് അവരുടെ കളിപ്പാട്ടക്കാരൻ നെറ്റ്ഫ്ലിക്സിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ എടുത്തിട്ടുണ്ടായിരുന്നു, ഇത്ര ടൈമിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു എമൗണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ടിൽ നിന്ന് തുടങ്ങിയ ജേണിയാണത്. അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാസന്തി ഷൂട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കിട്ടിയ കുറച്ച് കാശ് വെച്ചിട്ടാണ് അവരിങ്ങനെ പതി തുടങ്ങി. പിന്നെ അവരുടെ ഫ്രണ്ട്സ് ഉണ്ട്, ജദീർ ആൻഡ് രതീഷ് എന്ന് പറഞ്ഞിട്ട് ഷിനുവിന്റെ ഒക്കെ ഫ്രണ്ട്, ഞങ്ങളും അറിയുന്നവരാണ്.
ഒരുമിച്ച് പഠിച്ചതും ഒക്കെയാണ്. ഇവരും കുറെ സഹായിച്ചു സിനിമ ഇങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട്. ഇതിനിടയിൽ ഞങ്ങൾക്ക് ഉദ്ഘാടനങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഇനോഗ്രേഷൻസിനൊക്കെ പോകുമ്പോൾ കാശ് കിട്ടും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാശ് കിട്ടുന്നതൊക്കെ കൊണ്ടു കൊടുക്കും. ഷറഫ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അൽഫോൺസ് അതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇവൾക്ക് അറിയില്ല. പക്ഷെ ഇവള് ഫ്രീ ആയിട്ട് വന്നിട്ട് അഭിനയിക്കുകയായിരുന്നു. അതെ, കഥാപാത്രം ഇഷ്ടപ്പെട്ടിട്ട്. ഞങ്ങള് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരുമിച്ച്. അപ്പം നമ്മള് ആ സമയത്ത് വാസന്തി എന്ന് പറയുന്ന സ്ക്രീൻ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് ആക്ട്രസ് ആരെ വേണം എന്നുള്ള ഇങ്ങനെ ആലോചനയിലായിരുന്നു. അപ്പൊ ഞാനാണ് പറയുന്നത് ഇങ്ങനെ ശ്വാസിക എങ്ങനെ ഉണ്ടാവും നോക്കുന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സെലക്ഷൻ. അപ്പൊ അവർക്കും വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒക്കെ ആപ്റ്റായിട്ടുള്ള ഫീൽ തോന്നി. അങ്ങനെ ഷറഫ്, അൽഫോൺസ് ഇവരെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ മുമ്പോട്ട് പോകാനായിട്ട്. അങ്ങനെ ഒരു ഫൈനൽ സംഭവത്തിലേക്ക് എത്തി. ഷൂട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ടേക്ക് ഓവർ ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതിലൊരു എപ്പോഴും ഒരു സിനിമ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്താനായിട്ട് നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ പേരിൽ എനിക്കും പ്രൊഡക്ഷൻ തുടങ്ങുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഫാദറിന്റെ പേരിലാണ് ഞാൻ പ്രൊഡക്ഷൻ തുടങ്ങിയേക്കുന്നത്. ഫാദറായിരുന്നു എനിക്ക് എൻ്റെ വീട്ടിൽ സിനിമ ഭ്രാന്തുണ്ടായിരുന്നു ഫാദറിന്. അപ്പോൾ ഫാദറിന്റെ പേരിൽ ഒരു പ്രൊഡക്ഷൻ തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് എത്തിയാണ്. ആക്ച്വലി ഇതിൽ വർക്ക് ചെയ്തേക്കുന്ന എല്ലാവരും തന്നെ, ഇപ്പോൾ ശബരിയാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി സഹകരിച്ച് ഇങ്ങനൊരു സിനിമ ചെയ്തെടുക്കാനായിട്ട് കൂടെ നിന്നുള്ളതാണ്. എല്ലാവരും തന്നെ ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ അതിന്റെ പേര് വെച്ചെന്നുള്ളേ ഉള്ളൂ. പൈസ എല്ലാവരും കുറെ പേര് ഇറക്കിയിട്ടുണ്ട്. ഒരു അംബ്രല്ല ടേമാണ്. അതെ അതെ അതെ. അതേപോലെ തന്നെ ഈ നിങ്ങളെല്ലാം കുറച്ചുകൂടെ ചെറുപ്പമാണ് അതിനകത്ത്. നല്ല രസമുണ്ട് കാണാൻ. ഈ സ്വാസികയുടെ മുഖത്ത് ആ മുഖക്കുരുക്കളുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, ഭയങ്കര രസം. ഇവിടെ എല്ലാ ദിവസം രാവിലെ വരും. എല്ലാ ദിവസം രാവിലെ എന്നിട്ട് ഷിനും സജു ചകിരിയെ കൊടുത്തിട്ട് മൊത്തം മേക്കപ്പ് അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് റോ ആയിട്ടുള്ള പരിപാടി പക്ഷെ അത് നല്ല തീരുമാനം. ലിബാം പോലും ഇവര് സമ്മതിക്കില്ല. എപ്പോ നോക്കിയാലും ഒരു സോപ്പും പക്ഷെ അതിന് ഗുണമുണ്ടായി. പക്ഷെ നമുക്ക് ആ സമയത്ത് അത് ഓക്കെ ഫീൽ ചെയ്തില്ല. പക്ഷെ പടം കണ്ടപ്പോ കുറെ ആൾക്കാർ അത് പറഞ്ഞു. അതിന്റെ ആ ഒരു അതാണ് അതിന്റെ ഒരു ഭംഗി ആ ക്യാരക്ടറിന്റെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അധികം മേക്കപ്പ് യൂസ് ചെയ്യാറില്ല. കഥാപാത്രത്തിന് അങ്ങനെയാണ്. കാരണം ഇവരൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് ഇവരൊക്കെ എന്റെ പോർഷൻ ഇവരുടെയൊക്കെ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് വരുന്നത്, ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി റഷസ് കാണുന്നുണ്ട്. ഞാൻ ആ സമയത്ത് തൊബാമ എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടിയിട്ട് ഞാൻ ലീൻ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കണം. വണ്ണം കുറച്ച് യങ് ആയിക്കൊണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഡയറ്റും പരിപാടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്കിന്നൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന അങ്ങനത്തെ രീതിയായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര ക്യാരക്ടറായിട്ട് പടത്തിന് തിന്നായിട്ടിരിക്കണം. ഞാനിവിടെ സുന്ദര കുട്ടപ്പനായിട്ടിരിക്കണം. എന്ത് ചെയ്യും എന്നുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ ഡെയിലി വീട്ടിൽ നിന്ന് കുളിക്കാതെ ബ്രഷ് മാത്രം ചെയ്തിട്ട് കണ്ണ ഒരുമിച്ച് അഭിനയിക്കാനുള്ളതാണല്ലോ. അടുത്തൊന്നും ബോധം കിടക്കുന്നില്ല. ശബരിയുടെ ഒക്കെ ലുക്ക് ഉണ്ട് കഴിഞ്ഞാൽ മുടിയും നല്ല രസമുണ്ട്. നമ്മൾ ആ കോളനിയിലുള്ള ആൾക്കാരല്ലെന്ന് പറയില്ല. അപ്പൊ ആ ഒരു സാധനം ഇന്നാവാനായിട്ട് ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മാത്രം മുഴച്ചു വെക്കരുതല്ലോ ഒരു സിനിമയിലെ കഥാപാത്രമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കഥയിലെ കഥാപാത്രമായിട്ട് നിങ്ങൾ അതിനകത്ത് ഇന്നായിട്ടിരിക്കണല്ലോ. ഇവളുടെ സൗന്ദര്യം കുറയ്ക്കാനായിട്ട് ചകിരിയിട്ട് സിജുവിന്റെ ആദ്യം വന്നിട്ട് ഇയാളെ കല്യാണം കഴിച്ചതിന് ശേഷം അവിടെ കൊണ്ടുവരുമ്പോഴാണല്ലോ ഇയാളെ കാണുന്നത്. ആ സമയത്തുള്ള കൊതിയോടുകൂടിയുള്ള നോട്ടം ഉണ്ടോ അതിൽ വെച്ച് കുറച്ചൊരു ആക്രാന്തം കണ്ണിലുണ്ട്, പക്ഷെ മുഖത്തൊന്നും കാണിക്കുന്നില്ല. ഇവന്റെ കൊതിയായിരുന്നല്ലോ ഇവന്റെ അടുത്തുനിന്ന് ഇവളെ കെട്ടെടുക്കുക എന്നുള്ളതാണ് എന്റെ കൊതി. അതിനേക്കാളും വലിയവനാണ് ഞാൻ. അത് പറയുന്നുണ്ട്. അതായത് പിന്തിരിപ്പിക്കാൻ വേണ്ടിട്ടേ വാസന്തിയെ. അതെ അതെ. അവൻ മറ്റേ ഒരു കറുത്ത പെണ്ണിന്റെ വെളുത്ത പെണ്ണിന്റെ ഒക്കെ പുറകെ പോകും. ഇത്രേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ. വേറൊരു പെണ്ണിന്റെ കഥയും കൂടെ കൗതുകം. വേറൊരു പെണ്ണിന്റെ കഥയും കൂടെ പറഞ്ഞു ഒഴിവാക്കാൻ വേണ്ടിട്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ടല്ലോ, നൈസായിട്ട് ബാക്കിയുള്ളവനെ തേച്ചിട്ട് ഇത് സ്വന്തമാക്കാം, ഗോളടിക്കാവുന്ന പരിപാടി. അമ്മയുടെ ക്യാരക്ടർ രസമാണ് ചന്തുവിന്റെ. അത് പക്ഷെ അവരുടെ നറേഷനിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് നിങ്ങക്ക് വേണമെങ്കിൽ ഞാൻ സഹായം തരാന്ന് പറയുന്നുണ്ട് പെൺകുട്ടിയോട്. അവൻ 2 ദിവസം കഴിയുമ്പോൾ മാറും എന്നുള്ളത്. അത് ശരിയായിരുന്നു.